എന്തെല്ലാം കള്ളപ്രചരണം നടക്കുന്നത്. എന്താണ് തൂഫാൻ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റാഫിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ച ഒരാളെ സ്റ്റാഫാക്കി. പച്ചക്കള്ളല്ലേ പ്രചരിപ്പിച്ചത്. അങ്ങനത്തെ ഒരാളെ സ്റ്റാഫിനെ വെച്ചിട്ടില്ല, ഇപ്പോഴും വെച്ചിട്ടില്ല, അതിനു മുമ്പും വെച്ചിട്ടില്ല, ഒരു സമയത്തും വെച്ചിട്ടില്ല. ഞാനും ആഭ്യന്തരമന്ത്രിയും കൂടി ഇരുന്ന് ചിരിക്കുക. കാരണം അദ്ദേഹം തരുന്ന പ്രപ്പോസല് ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് വന്നത്. അങ്ങനെ ഒരു പ്രപ്പോസൽ അദ്ദേഹം തന്നിട്ടുമില്ല, ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടില്ല. ഇല്ലാത്ത കഥ. എന്നിട്ട് കുറെ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുക. പിന്നെ KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യയാത്ര നടപ്പാക്കി. ആ സൗജന്യയാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ്, ഓർഡിനറി ബസ് അല്ല സിറ്റി ബസ്സാക്കി മാറ്റിയെന്നും പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. ഇന്നലെ കണക്ക് വന്നല്ലോ, എത്ര ലക്ഷം പേരാണ് അതിൽ യാത്ര ചെയ്തതെന്ന്. ആവേശഭരിതരായി കൂടുതൽ ചെയ്ത്, ഇന്നലത്തെക്കാളും കൂടുതൽ ആളുകളല്ലേ ഇന്ന് യാത്ര ചെയ്തത്. നുണ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു വാർത്ത, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഫീസ് കൂട്ടി UDF സർക്കാർ വന്ന ഉടനെ തന്നെ വ്യാപകമായ പ്രചരണമാണ്. ഫെബ്രുവരിയിൽ കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്. എഴുതി വെച്ചോ, കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത് ഫെബ്രുവരിയിൽ. ഞങ്ങളല്ല കൂട്ടിയത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 1 രൂപ കൂട്ടിയിട്ടില്ല. ഇടുക്കിയിൽ ഒരു ഇക്കോളജിക്കൽ സോൺ പ്രഖ്യാപിച്ചു, പരിസ്ഥിതി ലോലമേഖല പ്രഖ്യാപിച്ചു. ഉടനെ ഇടുക്കി CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയാണ്, VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്ന ഉടനെ ഇടുക്കിയിൽ പരിസ്ഥിതി ലോലമേഖല പ്രഖ്യാപിച്ചു. ഈ ഗവൺമെന്റ് ഒരു കത്തടപാട് കേന്ദ്ര ഗവൺമെന്റായി നടത്തിയിട്ടില്ല. ഇതെല്ലാം നടത്തിയത് ആരാ? പുതുക്കിയ ഇക്കോ സെൻസിറ്റീവ് സോൺ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് 13/10/2025 സമർപ്പിച്ചിരുന്നു. ഞങ്ങള് 18/5 അധികാരത്തിൽ വന്ന ഞങ്ങളുടെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റുമായി ഒരു കത്തിടപാട് നടത്തിയിട്ടില്ല. എന്നിട്ട് പത്രസമ്മേളനം നടത്തി പറയാണ് ഞാൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് ഇത് സംഭവിച്ചത്. നുണപ്രചരണങ്ങളാണ് ഈ. ഞങ്ങൾ 1 മാസം തികഞ്ഞിട്ടില്ല, റേഷൻ വിതരണം മുഴുവൻ സ്തംഭിച്ചു. എവിടെ റേഷൻ വിതരണം സ്തംഭിച്ചത്? ഒരു സ്റ്റാറ്റ്യൂട്ടറി റേഷന്റെ 1 ഗ്രാം അരി ഒരു സ്ഥലത്തും കുറച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് വ്യാപകമായി UDF സർക്കാർ വന്നു, റേഷൻ വിതരണം മുടങ്ങി. വ്യാജപ്രചരണമാണ്. അത് വേറൊരു വാർത്ത. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ അതില്. അതിനു മുമ്പ് സ്ത്രീ സുരക്ഷാ പദ്ധതി പിൻവലിച്ചെന്നും പറഞ്ഞു വ്യാപകമായ വാർത്ത വന്നല്ലോ. വ്യാപകമായ വാർത്ത. ആരാണ് ഈ വാർത്ത ചമയ്ക്കുന്നത്? ഒരു കാര്യം അവര് മനസ്സിലാക്കിക്കൊള്ളണം. ഇതുപോലെ കഴിഞ്ഞ 1-2 വർഷം വ്യാപകമായി കള്ളപ്രചരണം നടത്തിയാണ് PRDയുടെ കൂടി സഹായത്തോടു കൂടി. ഇരുണ്ട കാലം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, അത് PRDയുടെ സഹായത്തിലാണ് ചെയ്തത്. എനിക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണം നടത്തിയത് PRDയിലെ ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തുകൊണ്ടാണ്. സർക്കാർ ചെലവിലാണ് പ്രതിപക്ഷത്തിനെതിരായി അന്ന് വ്യാപകമായ രീതിയിൽ പ്രചരണം നടത്തിയത്. അതെല്ലാം ജനങ്ങള് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടാണ് ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഇരുന്ന് തുടങ്ങുന്നതിന് മുമ്പെയുള്ള വ്യാജമായ പ്രചരണങ്ങളുടെ 1/2 ഡസൻ വ്യാജ പ്രചരണങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്.